മുഖ്യമന്ത്രി പറയുന്നതെല്ലാം ന്യായീകരിക്കാനാവില്ലെന്ന ജനം ഡിബേറ്റിൽ ഇടത് സഹയാത്രികനും മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കരിങ്കൊടി കാട്ടിയവർക്കെതിരായ അക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിക്കുന്നത് ശരിയല്ല. മുൻപും CPM വോട്ട് BJPയിലേക്ക് ചോർന്നിട്ടുണ്ട് എന്നും സെബാസ്റ്റ്യൻ പോൾ വ്യക്തമാക്കി. ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് പരിഹാസത്തിനിടയാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയണം. കരിങ്കൊടി കാണിച്ചവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ രക്ഷാപ്രവർത്തനമെന്ന് ഇപ്പോഴും ന്യായീകരിക്കുന്നത് ശരിയല്ല. നവകേരള യാത്രയിൽ ഉണ്ടായിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങൾ അവർ പ്രതിഷേധിക്കുന്നവർ ബസ്സിനടിയിൽപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പിടിച്ചു മാറ്റിയതാണ്, അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്നുള്ള ന്യായീകരണം നമ്മൾ അന്ന് മുതലേ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും മുഖ്യമന്ത്രി അത് ആവർത്തിക്കുന്നുണ്ട്. അത് അത്ര ശരിയായ ഒരു വിശദീകരണം ആയി എനിക്ക് തോന്നുന്നുമില്ല. കാരണം ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പരിഹാസത്തിനും മറ്റു രീതിയിലുള്ള വ്യാഖ്യാനത്തിനും ഇടവരുത്തും എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ ആദ്യം വിശദീകരിച്ചപ്പോൾ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോഴും അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. ആ വാക്ക് തന്നെ, രക്ഷാപ്രവർത്തനം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ അല്പം പോരായ്മയുണ്ട് എന്നാണ് ഇനി ചർച്ചയിൽ ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചത്. ആ പോരായ്മ അത് ജനങ്ങൾക്കും അത് അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടി പ്രതിഫലനമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ വന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ ഭരണാധികാരി എപ്പോഴും പാർട്ടിക്ക് വിധേയനായിരിക്കണം, പാർട്ടിക്ക് കീഴ്പ്പെട്ടാണ് പ്രവർത്തിക്കേണ്ടത്. CPM അടിസ്ഥാന വോട്ട് ചോരുന്നത് ഇതാദ്യമല്ല, താനതിന് ഇരയാണ്. 2016 തൃക്കാക്കരയിൽ മത്സരിച്ചപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് പാർട്ടി ഗൗരവപൂർവ്വം കാണുകയോ പഠിച്ച് തിരുത്തുകയോ ചെയ്തില്ല. അത് BJPക്ക് പോകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമല്ല. 2016 തൃക്കാക്കരയിൽ ഞാൻ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിക്ടിം ആയിരുന്നു. പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ, ഉറച്ച വോട്ടുകൾ, അത് എണ്ണി വരുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് പരിശോധിക്കുമ്പോൾ BJPക്ക്, കോൺഗ്രസിന് പോലുമല്ല BJPക്ക് സ്ഥാനാർത്ഥിക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുതയൊക്കെ അന്ന് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിലൊന്നും പാർട്ടി ഒരു ഗൗരവത്തിൽ എടുക്കുകയോ ആ വിഷയം പഠിക്കുകയോ അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. SFIയുടേത് അപക്വ രാഷ്ട്രീയമാണ്. SFIയെ പാർട്ടി തിരുത്തണമെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ജനം ഡിബേറ്റിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജനം.